2026 കേരള നിയമസഭാ ഇലക്ഷന്റെ ഫലം മെയ് 4 പ്രഖ്യാപിക്കും. എന്നാൽ അതിനു മുമ്പ് പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വിവിധ സർവേ ഏജൻസികളിൽ നിന്നുള്ള എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ കേരളത്തിൽ അധികാര മാറ്റം തന്നെയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് ആ പ്രവചനം. ഇന്ത്യയിൽ ഒരു കാലത്ത് 3 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ഭരണം നടത്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ചുരുക്കം ചില പോക്കറ്റുകളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടികളായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളവും അവർക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് 5 പ്രധാന എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. മെയ് 4 പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോളുകളെ ശരിവെക്കുകയാണെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷ ഭരണമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയിലെ ഇടത് കോട്ടകളായിരുന്നു പശ്ചിമ ബംഗാളും ത്രിപുരയും. കേരളത്തിൽ മാറി മാറി ഭരിക്കുമ്പോഴും ഈ 2 സംസ്ഥാനങ്ങളിലും പതിറ്റാണ്ടുകളോളം തുടർ ഭരണമായിരുന്നു ഇടതുമുന്നണിക്ക് ലഭിച്ചത്. എന്നാൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ച ആരെയും ഞെട്ടിക്കുന്നതുമായിരുന്നു. 1977 മുതൽ 2011 വരെ തുടർച്ചയായി 34 വർഷം ബംഗാൾ ഭരിച്ച CPM-ന് ഇന്ന് നിയമസഭയിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത അവസ്ഥയാണ്. അവിടെ BJP പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വന്നതോടെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇല്ലാതായി. ത്രിപുരയിൽ 25 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം 2018 അധികാരം നഷ്ടപ്പെട്ട ഇടതുപക്ഷം ഇന്ന് അവിടെയും ദുർബലമായ ഒരു സാന്നിധ്യം മാത്രമാണ്. ഈ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ബീഹാറിൽ CPI-ML ലിബറേഷൻ പോലുള്ള പാർട്ടികൾക്ക് സ്വാധീനമുണ്ടെങ്കിലും അവരുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 2020 12 സീറ്റുകൾ ഉണ്ടായിരുന്നവർക്ക് 2025 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളുമായുള്ള സഖ്യത്തിലൂടെയാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നത്. DMK നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ CPI-ക്കും CPM-നും 5 വീതം സീറ്റുകളാണ് ലഭിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണ്. പ്രത്യേകിച്ച് ബംഗാളിലും ത്രിപുരയിലും ഇടതുമുന്നണി സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനവികാരമുണ്ടായി. ദീർഘകാലം ഭരിച്ച സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ വെറുപ്പും സാമ്പത്തിക നയങ്ങളും ഭരണമാറ്റത്തിലേക്ക് നയിക്കുകയായിരുന്നു. BJP-യുടെ സ്വാധീനവും ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ ചെറിയ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരിച്ചടികൾ നേരിടുമ്പോഴും ട്രേഡ് യൂണിയനുകൾ, കർഷക സംഘടനകൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവയിലൂടെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ 73 വർഷത്തിനിടെ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലില്ലാത്തത് ഇത് ആദ്യമായിരിക്കും. അതായത് എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലങ്ങളാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ കോട്ടയും തകരുകയാണ്. എന്നാൽ കേരളത്തിന്റെ ഇടത് രാഷ്ട്രീയത്തിന്റെ അവസാനമാണോ ഇതെന്ന ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല. ബംഗാളും ത്രിപുരയും അല്ല കേരളം. 10 വർഷം തുടർച്ചയായി ഭരിച്ചപ്പോൾ പാർട്ടിക്കുണ്ടായ തളർച്ച മാറ്റാൻ അടുത്ത 5 കൊല്ലങ്ങൾക്ക് കഴിയും. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ ശക്തമായി പോരാടും. 2031 ഒരു ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ തലമുതിർന്ന നേതാക്കൾ അന്ന് ചിലപ്പോൾ ഇല്ലെങ്കിൽ കൂടി അതിശക്തമായ ഒരു ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേറെ എങ്ങും ഇല്ലെങ്കിൽ കൂടി കേരളത്തിൽ അന്ന് വീണ്ടും ചെങ്കൊടി പാറും.